നമുക്ക് ഹനുമാൻ ചാലിസയുടെ അർത്ഥവും വിശദീകരണവും മനസ്സിലാക്കാം. ഇവിടെ ഹനുമാൻ ചാലിസയുടെ ഒരു സാമാന്യ അർത്ഥവും അതിൻ്റെ വിശദീകരണവും ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്തോത്ര കൃതിയല്ല. അതിലും എത്രയോ ഉപരിയാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതിൽ ഭക്തി, ധൈര്യം, വിനയം, ജ്ഞാനം തുടങ്ങിയ എല്ലാ ശ്രേഷ്ഠഭാവങ്ങളിലേക്കും എത്തിച്ചേരാനുള്ളൊരു കവാടമായിട്ടാണ് ഹനുമാൻ ചാലിസയെ കണക്കാക്കുന്നത്. കാരണം ഈ പറയുന്ന എല്ലാ ശ്രേഷ്ഠഭാവങ്ങളുടെയും മൂർത്തിഭാവമാണ് ഹനുമാൻ സ്വാമിക്കുള്ളത്. ശ്രീ ഗ്വാസ്വാമി തുളസീദാസ് നമ്മുടെ മുമ്പിൽ വളരെ ലളിതമായിട്ട് ഹനുമാൻ ചാലിസ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ട മാർഗനിർദ്ദേശം കൂടി ആണതിൽ ഉള്ളത്. നമ്മുടെ ജീവിത പുരോഗതിക്ക് അതിഗംഭീരമായിട്ടുള്ളൊരു സൂത്രവാക്യമാണ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ മനസ്സുറയ്ക്കുമ്പോൾ നമ്മൾ അതായി തീരുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ഹനുമാനെ സ്മരിക്കുക എന്ന് വെച്ചാൽ തന്നെ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള നമ്മുടെ ഉൾക്കരുത്തിനെ ഉണർത്തിക്കൊണ്ടുവരിക എന്നാണ്. നമുക്ക് ശരിയായതിനെ മാത്രം കൃത്യമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു വിവേകം ഉണ്ടാവും. മനസ്സ് പൂർണ്ണമായിട്ടും ഈശ്വരനുള്ള ഒരു സമർപ്പണമായിട്ട് മാറും. അങ്ങനെ ഈശ്വരൻ്റെ കൃപ നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് വരും. നമ്മുടെ ഹനുമാൻ ചാലിസയിൽ നമുക്ക് ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥവും പഠിക്കാം. അതിൽ ആദ്യത്തെ ശ്ലോകമാണ് മംഗളാചരണമാണ്. അത് ശ്രീ ഗുരുചരണ സരോജരജ നിജമനു മുകുര സുധാരി ഭരണു രഘുപര ബിമലജസു ജോദായകു ഫലചാരി. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സാമാന്യമായ അർത്ഥം എന്ന് പറയുന്നത്, എൻ്റെ ഗുരുനാഥൻ്റെ പാതാരവിന്ദങ്ങളിലെ പൊടി ശിരസിലണിഞ്ഞുകൊണ്ട് മനസ്സാകുന്ന കണ്ണാടിയെ നിർമ്മലമാക്കി ഞാൻ രഘുകുല തിലകമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ പരിപാവനമായ കീർത്തിയെ പ്രകീർത്തിക്കുകയാണ്. നമുക്ക് 4 പുരുഷാർത്ഥങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് അവിടെ നിന്നാണല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു സാമാന്യമായ അർത്ഥം. ഇതിന് നമ്മൾ കുറച്ചുകൂടി വിശദീകരണം നൽകുകയാണെങ്കിൽ, എൻ്റെ ഗുരുനാഥൻ്റെ പാതാരവിന്ദങ്ങളിലെ പൊടി ശിരസിലണിഞ്ഞുകൊണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ഗുരുനാഥൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ്. ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം. മനസ്സാകുന്ന കണ്ണാടിയെ നിർമ്മലമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അഴുക്കിനെയും പൊടിയെയും ചളിയെയും എല്ലാം നമ്മൾ നിർമ്മലമാക്കണം. എന്താണ് ഈ അഴുക്ക്, പൊടി, ചളി എന്നൊക്കെ പറയുന്നത്? നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അഴുക്കും പൊടിയും ചളിയൊക്കെ എന്താണ്? അതാണ് കാമം, ക്രോധം, അഹംഭാവം, അത്യാഗ്രഹം എന്നിവ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ തുടച്ച് നീക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തുടച്ച് നീക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ദിവ്യത്വം അല്ലെങ്കിൽ ഒരു പ്രകാശം നമുക്ക് കാണാൻ പറ്റുക. ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നവിടെ നമുക്ക് നമ്മുടെ പ്രകാശത്തെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഭഗവാനോട് ആദ്യം തന്നെ ഭഗവാന്റെ അടുത്ത് വിനയവും സമർപ്പണവും ആദ്യം നമുക്ക് ആവശ്യമായി തീരും. അങ്ങനെ വിനയത്തോടുകൂടിയും സമർപ്പണത്തോടുകൂടിയും നമ്മൾ നാമങ്ങൾ ജപിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെ നിർമ്മലമായി തീരും. ഇവിടെ രഘുകുല തിലകമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ പരിപാവനമായ കീർത്തിയെ പ്രകീർത്തിക്കുകയാണ്. രഘുകുല തിലകം, രഘുവംശത്തിൻ്റെ അഭിമാനമാണ് ശ്രീരാമചന്ദ്രൻ. അവിടെ ഭഗവാന്റെ കീർത്തിയെ പ്രകീർത്തിക്കുകയാണ്. അതുപോലെ ഹനുമാൻ രഘുവംശത്തിൻ്റെ പുത്രനായിട്ട് തുളസീദാസ് പ്രകീർത്തിച്ചിട്ടുണ്ട്. സീതാരാമന്മാരോടുള്ള ഹനുമാന്റെ ഭക്തി, സ്നേഹം എന്നൊക്കെ പറയുന്നത് അത്രമേൽ നിസ്വാർത്ഥവും നിസ്സീമവുമായിരുന്നു. അവർ ഹനുമാനെ സ്വന്തം പുത്രനെ പോലെ കണ്ടിരുന്നു. അങ്ങനെ ഹനുമാനെ സ്മരിക്കുക വഴി നമുക്കും 4 പുരുഷാർത്ഥങ്ങളും പാത്രമാവും. ഈ 4 പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യസുഹൃതങ്ങളും, അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്തും സുരക്ഷയും, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹ സാഫല്യവുമാണ്, മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുക്തിയും ആനന്ദവും. ഇതാണ്
മംഗളാചരണത്തിലെ ഈ ശ്ലോകങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ബുദ്ധിഹീനതനു ജാനകി സുമുരോ പവനകുമാര ഫലബുദ്ധിവിദ്യാ ദേഹുമുഹി ഹരഹു കലേസ ബികാര്. ബുദ്ധിഹീനനും അവിവേകിയുമാണ് ഞാൻ എന്നറിയാം. അല്ലയോ പവനപുത്ര, ഞാൻ അങ്ങയെ സ്മരിക്കുന്നു. ബലവും ബുദ്ധിയും ജ്ഞാനവും നൽകി അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ ദുഃഖങ്ങളെയും മനോമാലിന്യങ്ങളെയും നിശ്ലേഷം നശിപ്പിച്ചാലും. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ സാമാന്യമായ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഇതെല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. അതിലൂടെ ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കണം. നമ്മൾ പൂർണ്ണ മനസ്സോട് പൂർണ്ണ ഭാവത്തോടു കൂടി നമ്മൾ ഭഗവാനിൽ സമർപ്പിതമായി ഭഗവാൻ നമ്മളിലൂടെ പ്രവർത്തനം നടത്തുകയാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളതിന് ഈ ഒരു ലെവൽ എത്താൻ നമ്മൾ പൂർണ്ണമായ സമർപ്പണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അപ്പം നമ്മൾ 5 പടികളായിട്ട് നമുക്ക് നമ്മളെ ഗോസ്വാമി തുളസീദാസ് വെളിപ്പെടുത്തുന്നുണ്ട്. 1 നമസ്കാരം, 2 സ്മരണം, 3 കീർത്തനം, 4 യാചനം, 5 അർപ്പണം. അപ്പോൾ ഈ 5 കാര്യങ്ങളിലൂടെ നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോട് പൂർണ്ണമായ ഒരു സമർപ്പണം സാധ്യമാകുന്നതാണ് പറയുക. എന്താണ് നമസ്കാരം? നമ്മുടെ എല്ലാ അഹംഭാവങ്ങളും കൈയൊഴിഞ്ഞ് സ്വന്തം അറിവില്ലായ്മ തുറന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരന് മുൻപിൽ നമ്മൾ താഴ്മയോടെ നമസ്കരിക്കുക. 2 കാരണം സ്മരണമാണ്. സ്മരണം എന്ന് പറഞ്ഞാൽ വായു ഭഗവാന്റെ പുത്രനായ ഹനുമാനെ സ്മരിക്കുക. ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ വായുവിനെ പോലെ ചലിച്ചുകൊണ്ട് ക്ഷീണവും തളർച്ചയും ഒന്നും കൂടാതെ ശ്രീരാമൻ്റെ സേവനത്തിനായിട്ട് നിലനിൽക്കുന്ന ഹനുമാനെ ഞാൻ പ്രേമപൂർവം ധ്യാനിക്കുന്നു. അതാണ് സ്മരണം. ഇനി കീർത്തനം എന്ന് പറഞ്ഞാൽ ഹനുമാന്റെ വൈഭവങ്ങളെ പ്രകീർത്തിക്കുക. അങ്ങനെ ആ ശ്രേഷ്ഠ ഗുണങ്ങളെ നമ്മുടെ മനസ്സിൽ ആവാഹിക്കുക. യാചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷണികമായ സുഖങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ബലം, ബുദ്ധി, ജ്ഞാനം എന്നീ പറയുന്ന യഥാർത്ഥമായിട്ടുള്ള സ്വത്തുക്കൾ നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭഗവാനോട് യാചിക്കാം. പിന്നീട് വേണ്ടത് അർപ്പണമാണ്. നമ്മുടെ കാമം, ക്രോധം, ആസക്തി, അത്യാഗ്രഹം, അഹംഭാവം തുടങ്ങി നമ്മളിലുള്ള എല്ലാ ദൗർബല്യങ്ങളെയും നമ്മൾ ഭഗവാന്റെ കാൽക്കൽ അടിയറവ് വയ്ക്കാം. എന്നിട്ട് ഹനുമാനോട് അപേക്ഷിക്കാം, നമ്മുടെ മനസ്സിൽ ഈ വക ചിന്തകളോ ദുഷിച്ച വാസനകളോ ഒന്നും വേണ്ട, ഭഗവാനെ ഇതെല്ലാം അങ്ങ് എടുക്കണേ എന്ന് പറഞ്ഞ് ബുദ്ധിയും ഉദാരതയും വിവേകം, വിദ്യ അങ്ങനെയുള്ള സദ്ഗുണങ്ങൾ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ യോഗ്യതകളൊക്കെ നമുക്ക് ഭഗവാൻ തരികയും നമ്മുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മനസ്സ് മുഴുവനും, നമ്മുടെ അന്തരംഗം മുഴുവനും ശുദ്ധവും പ്രകാശപൂർണവുമായി തീരുന്നു.